ദയവായിട്ട് സമാധാനമായിട്ട് നിൽക്കുക. കേരളം കാത്തിരിക്കുന്ന വിധിയാണ്. പ്രോസിക്യൂഷന്റെ കടമ എന്ന് പറയുന്നത് സത്യം കണ്ടെത്തുന്നതിന് വേണ്ടി കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ്. അന്വേഷണത്തിൽ കണ്ടെത്തിയ സകല തെളിവുകളും കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും അത് തെളിവായി മാർക്ക് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ പ്രതികൾക്കെതിരെയും വ്യക്തവും ശക്തവുമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം. ഇനി അവയെല്ലാം വിലയിരുത്തി വിധി പ്രസ്താവിക്കേണ്ടത് കോടതിയാണ്. അത് കോടതിയുടെ കടമയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വളരെ ശക്തമായ നിലപാടുള്ള ഒരു സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഈ രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെയും പ്രോസിക്യൂഷൻ സംവിധാനത്തിൻ്റെയും പൂർണ്ണമായ പിന്തുണ ഈ കേസിൽ പ്രോസിക്യൂഷൻ നടത്തുന്നതിനുണ്ടായിട്ടുണ്ട്. വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചും വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ചുമാണ് ഇതിൻ്റെ പ്രോസിക്യൂഷൻ പൂർത്തീകരിച്ചത്. അതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം തന്നെ വിധി കേൾക്കുന്നതിന് ആകാംക്ഷയുണ്ട്. ആത്മവിശ്വാസത്തിനാണ്. ശരി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാറാണ് നേരത്തെ ആദ്യം പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് വളരെ ആകാംക്ഷയോടുകൂടി വിധി കാത്തിരിക്കുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഇതിനകത്ത് ഈ കേസിൽ എല്ലാ തരത്തിലും പരമാവധി ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കുന്നു. നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടുകൂടി ഈ വിധി കാത്തിരിക്കുകയാണ് എന്നാണ് അഡ്വക്കേറ്റ് അജകുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് 10 പ്രതികൾക്കും ശിക്ഷ ലഭിക്കും വിധത്തിൽ കാര്യങ്ങളൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ടുള്ളതും അല്ലാത്തതുമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ 8ാം പ്രതി ദിലീപിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ തന്നെ ഉണ്ട്. അങ്ങനെ മുഴുവൻ തെളിവുകളും കോടതിയെ ബോധ്യപ്പെടുത്തും വിധം ഹാജരാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കോടതിയിൽ വിധി കേൾക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് പരാതിക്കാരിയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനി അല്പം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. 2 അഭിഭാഷകരുടെ പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കേട്ടു. പക്ഷേ ഈ കേസിൽ 8ാം പ്രതി ദിലീപ് അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴും മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കോടതിയിലേക്ക് ഇറങ്ങാൻ നേരമായി എന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അഭിഭാഷകർ പറഞ്ഞു എന്നതല്ലാതെ ദിലീപ് ഈ കാര്യത്തിൽ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. കോടതിയിലേക്ക് എത്തുന്നു. 10 പ്രതികളെയും ഇന്ന് കോടതിയിൽ കൊണ്ടുവരും, കോടതിയിൽ ഹാജരാക്കും. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലായിരിക്കും ഈ പ്രതികളെയൊക്കെ കോടതിയിലേക്ക് എത്തിക്കുക. അഭിഭാഷകരൊക്കെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. 11 മണിക്കാണ് കോടതി ചേരാൻ പോകുന്നത്. സുപ്രധാനമായ ഒരു വിധി വരാനിരിക്കുന്നു. കേരളം ഒറ്റക്കെട്ടായി ഈ കേസിൽ ആകാംക്ഷയോടുകൂടി ഇതിലെ വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സമയം കൂടിയാണ്. ഇതിലെ ഈ കേസിന് ഏറ്റവും ഉദ്വേഗജനകമാക്കിയത്, ആകാംക്ഷാഭരിതമായ ഒരു കേസാക്കി മാറ്റിയത്, അനന്യസാധാരണമായ ഒരു കേസായി ഇത് മാറ്റിയത്, സഹപ്രവർത്തകയെ ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു, അതിൽ ഒരു ഗൂഢാലോചന നടന്നു. അതിന് പിന്നിൽ ഈ കേസിലെ 8ാം പ്രതിയായ ജനപ്രിയ താരമായിരുന്ന ദിലീപ് ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് ഈ കേസിനെ അക്ഷരാർത്ഥത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കേസായി ഇതിനെ മാറ്റിയത്. അതിനെ തുടർന്ന് നടന്നിട്ടുള്ള വിചാരണ നടപടികൾ, അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, നിരവധിയായി വന്നിട്ടുള്ള വിവാദങ്ങൾ, 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഒഴിഞ്ഞ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ധാരാളം പേർ മൊഴികളിൽ കൂറുമാറിയ സംഭവങ്ങൾ, അതിനു പുറമെ വിചാരണ കോടതി ഈ ജഡ്ജിക്കെതിരെ സുപ്രീം കോടതിയെ അതിജീവിത സമീപിച്ച സാഹചര്യം, ഇങ്ങനെ തുടങ്ങി നിരവധിയായ ഉൾപ്പിരിവുകൾ അടങ്ങിയിരിക്കുന്ന ഒരു കേസായി നടിയെ ആക്രമിച്ച കേസ് മാറുകയായിരുന്നു. കേരളത്തിന്റെ മനസാക്ഷിയെ ആകെ നടുക്കിയ ഈ സംഭവത്തിൽ ദിലീപിനൊപ്പമെന്നും ദിലീപിനെതിരെയെന്നും 2 ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഈ കേസിന് വേണ്ടി വാദിച്ചവരും എതിർത്തവരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയൊരു സംവാദ വിഷയമായി നടിയെ ആക്രമിച്ച കേസ് മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആകാംക്ഷയോടുകൂടി ഈ കേസിലെ വിധി എന്തായിരിക്കും എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ആകാംക്ഷാപൂർവ്വം എല്ലാവരും നോക്കുന്നത്. ദിലീപ് ഈ കേസിലെ 8ാം പ്രതിയാണ്. ദിലീപ് കോടതി മുറിയിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.